ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെളിവെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വലിയ പ്രതിഷേധമുണ്ടാവുമെന്ന പേടി പോലീസിനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് മാറ്റി വെക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? ഇത് അതീവ രഹസ്യമായിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഋതുവിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. അതേസമയം അതായത് നേരത്തെ ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏത് സമയമെന്ന് കൃത്യമായി പറയുകയോ അതല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ പോലും അറിയുകയോ ചെയ്യാത്ത സാഹചര്യമുണ്ട് ഇപ്പോഴും. അത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കോടതിയിൽ ഋതുവിനെ ഹാജരാക്കുന്ന സമയത്തുണ്ടായ ജനരോഷം അത്തരം സാഹചര്യങ്ങളൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കുക, അതല്ലെങ്കിൽ തെളിവെടുപ്പ് സമയത്ത് ഒരുപക്ഷെ ഋതുവിനെ കയ്യേറ്റം ശ്രമിക്കാകാമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുൻകരുതലിൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തെളിവെടുപ്പ് വളരെ വേഗം, അതായത് വലിയ അറിയിപ്പുകളൊന്നുമില്ലാതെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുമായി തെളിവെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഈ ചികിത്സയിലുള്ള ജിതിൻ ബോസ് മരിക്കാത്തതിൽ അങ്ങേയറ്റം നിരാശയുണ്ടെന്നായിരുന്നു ഋതു മൊഴി നൽകിയത്. ഈ ആക്രമണം നടത്തിയത് മുഴുവൻ ജിതിൻ ബോസിനെ ലക്ഷ്യമിട്ട് തന്നെ ആയിരുന്നു. അത് നടന്നില്ല. ജിതിൻ സഹോദരിയെ കളിയാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് മുതിർന്നത് എന്നാണ് ഋതു പറഞ്ഞത്. ഓരോരുത്തരെയും തലക്കടിച്ച് വീഴ്ത്തുമ്പോഴും ഓരോരുത്തരുടെയും മരണം ഉറപ്പിക്കാൻ വീണ്ടും തലക്കടിച്ച് മരണം ഉറപ്പിച്ചെന്നും ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജിതിനെ തലക്കടിക്കുന്നതിന് പുറമെ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അത് മരണം ഉറപ്പാക്കാനാണ് എന്നും ഋതു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഋതുവുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. കൂട്ടക്കൊല നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയനെ ഇപ്പോൾ കൃത്യം നടന്ന 3 പേരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കുകയാണ്.